ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുടുംബശ്രീ ശാരദയ്ക്ക് കിട്ടിയിരിക്കുന്നത് 6 പോയിന്റ് ആണ്. എന്നാൽ സത്യഭാമ 2 പോയിന്റ്സും കൂടി കൂടുതൽ വാങ്ങി 8 പോയിന്റ്സോടുകൂടി. പെട്ടെന്നൊരു നാടൻ ഭക്ഷണം എന്ന് പറഞ്ഞപ്പോ എന്നെ ഞാനാക്കിയ ഈ ഭക്ഷണം മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. ജയപരാജയങ്ങളൊക്കെ രണ്ടാമത്തെ ഘടകമല്ലേ. മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, എന്റെ ജീവിതത്തിൽ എനിക്ക് നേട്ടം ഉണ്ടാക്കി തന്ന ഭക്ഷണം. അങ്ങനെ നോക്കുമ്പോ ഞാൻ ഇതിന് കൊടുക്കുന്നത് 1-ാം സ്ഥാനം തന്നെയാ. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന പരിശുദ്ധം കറി മസാല കൂട്ടിന്റെ പാചക റാണിയെ തിരഞ്ഞെടുക്കുന്ന ആ അസുലഭ നിമിഷമാണ്. ആരായിരിക്കും ആ ഭാഗ്യവതി? 10 ലക്ഷം രൂപ സ്വന്തമാക്കുന്നത് ആരായിരിക്കും? കുടുംബശ്രീ ശാരദയോ അതോ സത്യഭാമയോ? ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അവരവർ തിരഞ്ഞെടുത്തുണ്ടാക്കിയ ഭക്ഷണങ്ങൾ അവരവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ വിജയം ആർക്കാണെന്ന് രേഖ മേഡം പ്രഖ്യാപിക്കുന്നത്. KPT ഗ്രൂപ്പിന്റെ ചെയർമാൻ സാബു വർഗീസ് സാറിന് എന്താണ് ഈ സന്തോഷ നിമിഷത്തിൽ പറയാനുള്ളത്? സർ പ്ലീസ്. രണ്ടുപേരും വളരെ ഉജ്ജ്വലമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആരാണ് വിജയി എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് KPT ഗ്രൂപ്പ്. എന്തായാലും വളരെ നല്ല രീതിയിൽ പരിശുദ്ധം കറിമസാലക്കൂട്ടിന് ആരംഭം കുറിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. ഒപ്പം വിജയിയെ പ്രഖ്യാപിക്കാനായി മുഖ്യ വിശിഷ്ട അതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന രേഖ മാഡത്തെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ട് ടീമുകളും കടുത്ത മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇരുവരിൽ നിന്നും ഒരു വിജയിയെ കണ്ടെത്താൻ പ്രയാസമാണെങ്കിലും കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാനിത് പ്രഖ്യാപിക്കുകയാണ്. കുടുംബശ്രീ ശാരദയ്ക്ക് കിട്ടിയിരിക്കുന്നത് 6 പോയിന്റ് ആണ്. എന്നാൽ സത്യഭാമ 2 പോയിന്റ്സും കൂടി കൂടുതൽ വാങ്ങി 8 പോയിന്റ്സോടുകൂടി ഈ മത്സരം വിജയിച്ചിരിക്കുന്നു.
പങ്കെടുത്ത ഒരാളും ജയിക്കാൻ പോകുന്നില്ല. അത് അമ്മയ്ക്കും അറിയാം, അമ്മ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ മത്സരത്തിൽ സത്യമേ ജയിപ്പിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. നീ എന്തൊക്കെയാടി പറയുന്നേ? മത്സരത്തിന് ഇല്ലെന്ന് പറഞ്ഞ എന്നോട് മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് പറയുന്നു. ഞാൻ പങ്കെടുത്താൽ ഞാനേ ജയിക്കൂന്ന് നിനക്ക് വിശ്വാസവും ഉണ്ട്. എന്നിട്ട് നീ പറയുന്നു സത്യാമ്മയെ ജയിപ്പിക്കണമെന്ന്. എടി, സത്യാമ്മ ജയിക്കാൻ വേണ്ടിയാ ഞാൻ പങ്കെടുക്കാതിരിക്കുന്നത്. അമ്മ പങ്കെടുക്കാതിരുന്നാലും സത്യാമ്മ പരാജയപ്പെടും. ഞാൻ പിന്നെ എന്ത് വേണമെന്നാ മോള് പറയുന്നത്? അമ്മ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് സത്യാമ്മയെ ജയിപ്പിക്കാൻ വേണ്ടിയാവണം. അതെങ്ങനെ? പറയാം. അറിയല്ലോ, സത്യാമ്മ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാ. ആ, വിഷ്ണുവേട്ടനെ പോലും അകറ്റി നിർത്തി വാശിയോടെ ഒറ്റയ്ക്ക് അച്ഛനെ ചികിത്സിപ്പിക്കാൻ വേണ്ടിയാ സത്യാമ്മ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ശാന്തേച്ചി കൂടെയുള്ളതുകൊണ്ട് സത്യാമ്മയെ ശാന്തേച്ചി ഫൈനൽ റൗണ്ടിൽ എത്തിക്കും. അവിടെ സത്യാമ്മയെ നേരിടേണ്ടത് ശാരദാമ്മയായിരിക്കണം. അതായത് അവസാന മത്സരാർത്ഥികൾ നിങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കണം. ചുറ്റുമുള്ള ശത്രുക്കളെ ഇല്ലാതാക്കി സത്യാമ്മയുടെ വിജയം ഉറപ്പിക്കാൻ എതിർവശത്ത് നിന്നുകൊണ്ട് അമ്മയ്ക്ക് കഴിയണം. അമ്മേ, അമ്മയ്ക്ക് കഴിയൂ. ഞാനില്ലേ അമ്മയുടെ കൂടെ. തന്ത്രപരമായി നമുക്ക് സത്യാമ്മയെ വിജയിപ്പിക്കാമേ. മോളെ, നിന്റെ ഈ നല്ല മനസ്സ് അവര് കാണുന്നില്ലല്ലോ. ഞാനിത് വിഷ്ണുവേട്ടന്റെ അച്ഛന് വേണ്ടി ചെയ്യുന്ന കടമയാമ്മേ. ഇതിലെനിക്ക് കിട്ടുന്ന പ്രതിഫലം ആ വലിയ മനസ്സുള്ള അച്ഛന്റെ അനുഗ്രഹം മാത്രം. അത് മതി, അത് മാത്രം മതി എനിക്ക്. മോളെ, മോളെ, ലക്ഷം രൂപയും ട്രോഫിയും വാങ്ങുവാനായി സത്യഭാമയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് നൽകുന്നതിനായി KPT ഗ്രൂപ്പിന്റെ ചെയർമാൻ സാബു വർഗീസ് സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു.